ന്യൂസ് മലയാളം 24/7 സത്യം പറയട്ടെ. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. കേസ് ഓട്ടോ വെബ്സൈറ്റിലെ അവയവമാറ്റ കണക്ക് അവ്യക്തതയിൽ സർക്കാർ ഇടപെടൽ. എത്രയും വേഗം ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേസ് ഓട്ടോയ്ക്ക് നിർദ്ദേശം. പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഓഡിറ്റ് ആരംഭിച്ച് കേസ് ഓട്ടോ. ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിലും പരിശോധന. നടപടി ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിടിയിലായ ബല്ലം രാമപ്രസാദ് അവയവക്കടത്ത് സംഘത്തലവന്മാരിൽ ഒരാളെന്ന് പോലീസ്. ഇറാനിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മധു എന്ന വ്യവസായി. പണം എത്തിയിരുന്നത് മധുവിന്റെ കമ്പനി അക്കൗണ്ടിലേക്കെന്ന നിഗമനത്തിൽ പോലീസ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മത്സ്യക്കുരുതിക്ക് ശേഷവും പെരിയാറിലേക്ക് മാലിന്യ പ്രവാഹം. രാസമാലിന്യത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാതെ വ്യവസായശാലകൾ. മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പെരിയാറിന്റെ തീരത്ത്. മഴക്കാലത്ത് ഇത് നിത്യസംഭവം. പരിശോധന കർശനമാക്കാതെ മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങി. എക്സിറ്റ് പോൾ സമ്പൂർണ്ണ വ്യാജമാണെന്നും ജൂൺ 4-ന് ഹനുമാൻ സ്വാമി അവതരിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ. പരാമർശം 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അവസാനിച്ച് ജയിലിലേക്ക് മടങ്ങും മുൻപ്. ജാമ്യ ഹർജിയിൽ വിചാരണ കോടതി വിധി പറയുന്നത് ജൂൺ 5-ന്. ജയിലിലായാലും ജനങ്ങളുടെ കാര്യം നോക്കുമെന്നും നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ കെജ്രിവാളിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂവെന്നും ഡൽഹി മുഖ്യമന്ത്രിയുടെ ട്വീറ്റ്. പോലീസിനെ താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോട് ചെങ്ങാത്തം കൂടണമെന്ന കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണം. പ്രതികരണം പോലീസിന്റെ ഗുണ്ടാബന്ധം പുറത്തുവന്ന സാഹചര്യത്തിൽ പോലീസിൽ നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. വിവാദ പരാമർശവുമായി വീണ്ടും കെ സുധാകരൻ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. എന്നാൽ ഒരിക്കലും BJP വരില്ല എന്ന് പറയാൻ കഴിയില്ലെന്നും പരാമർശം. ഇന്ത്യ മുന്നണിക്ക് ഇതുവരെ ആത്മാവ് വന്നില്ല. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്നും കെ സുധാകരൻ. വോട്ടെണ്ണലിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ. ആദ്യ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണണമെന്ന മനു അഭിഷേക് സിംഗ്വി. വോട്ടെണ്ണൽ നടപടികൾ ചിത്രീകരിക്കണമെന്ന് സീതാറാം യെച്ചൂരി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഓറഞ്ച് അലർട്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ പോകരുതെന്നും നിർദ്ദേശം. മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് 3 ലക്ഷത്തോളം കുട്ടികൾ. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. എക്സിറ്റ് പോളിനെ മോദി മീഡിയ പോൾ എന്ന് പരിഹസിച്ച് രാഹുൽ ഗാന്ധി. BJPക്ക് വൻ വിജയം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയ രാഹുൽ ഇന്ത്യ സഖ്യം 295 സീറ്റുകൾ നേടുമെന്നും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ ഭാവനയാണ് പുറത്തുവന്ന ഫലങ്ങളെന്നും രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യത്തിന് 295-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് ആവർത്തിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. തൃശൂരിൽ ജയം ഉറപ്പെന്ന UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. BJPയുടെ പ്രതീക്ഷ വോട്ടെണ്ണലിന് തലേ ദിവസം വരെ മാത്രം. കേരളത്തിൽ BJPക്ക് കോഴിമുട്ടയുടെ സ്ഥിതിയെന്നും കെ മുരളീധരൻ. തൃശൂരിൽ BJP 2-ാം സ്ഥാനത്തെത്തിയാൽ കുറ്റക്കാരൻ പിണറായി വിജയൻ മാത്രം. ആറ്റിങ്ങലിൽ BJP ജയിക്കുമെന്ന് കേട്ട് V മുരളീധരൻ തന്നെ ബോധം കെട്ടുകാണുമെന്നും പരിഹാസം. വടകരയിൽ കംഫർട്ടബിളായ വിജയം പ്രതീക്ഷിക്കുന്നതായി ഷാഫി പറമ്പിൽ. ഇടതുപക്ഷത്തുള്ളവർ പോലും ഇത്തവണ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. എക്സിറ്റ് പോൾ കണക്കുകളെ ഇപ്പോൾ മുഖവരയ്ക്ക് എടുക്കുന്നില്ല. കേരളത്തിൽ UDF തരംഗം തന്നെയാണെന്നും BJPക്ക് സീറ്റ് കിട്ടില്ലെന്നും ഷാഫി. എക്സിറ്റ് പോളുകളിൽ കൂടുതൽ ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്ന് PMA സലാം. എക്സിറ്റ് പോളുകൾ എല്ലാ കാലവും ഉണ്ടാകാറുണ്ട്.
ചിലത് ശരിയാകും, ചിലത് തള്ളിപ്പോകും. ഇനി വേണ്ടത് മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് തന്നെയാണ് UDF വിലയിരുത്തലെന്നും PMA സലാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ നിരാശപ്പെടുത്തുന്നതെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. BJPക്ക് വോട്ട് വർദ്ധിച്ചാൽ അത് ഇടതുമുന്നണിയുടെ വോട്ട് കൊണ്ടാകും. BJP-CPM ധാരണ നേരത്തെ പ്രകടമാണ്. ആപത്കരമായ രാഷ്ട്രീയമാണ് CPM കളിച്ചതെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ ഇത്തവണയും NDA അധികാരത്തിലെത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട സീറ്റുകളിലാണ് മുന്നണിക്ക് പ്രതീക്ഷയുള്ളത്. തനിക്ക് നേരത്തെ തന്നെ രാജ്യസഭാ സീറ്റ് പറഞ്ഞിരുന്നതാണെങ്കിലും അന്നത് നിഷേധിക്കുകയാണ് ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും തുഷാർ. ഉത്തർപ്രദേശിലും മണിപ്പൂരിലും ഭൂചലനം. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ റിക്ടർ സ്കെയിലിൽ 3.9 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:49 മണിപ്പൂരിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് പുലർച്ചെ 2:28. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തി. ഇതുവരെ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവരങ്ങൾ പുറത്തുവിട്ട് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കവിയൂർ, കുറ്റപ്പുഴ, പെരിങ്ങര എന്നീ വില്ലേജുകളിലെ 4 സ്കൂളുകൾക്കാണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്നും അറിയിപ്പ്. പത്തനംതിട്ട ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നാളെ പെരിങ്ങനാട് TMG ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. രാവിലെ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് അധ്യക്ഷൻ. ഈ വർഷത്തെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി. സ്കൂളുകളിൽ നാളെ പ്രവേശനോത്സവം ഉണ്ടാകില്ല. അവധി പ്രഖ്യാപിച്ചത് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. വേളൂർ സെന്റ് ജോൺ LP സ്കൂൾ, പുളിനാനക്കൽ സെന്റ് ജോൺ UPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് LPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് UPS എന്നീ സ്കൂളുകൾക്കും നാളെ അവധി. നടി രവീണ ടണ്ടന്റെ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണത്തിൽ വഴിത്തിരിവ്. കാർ പരാതിക്കാരെ ഇടിച്ചില്ലെന്നും അതുവഴി പോയ സ്ത്രീ കയർത്ത് സംസാരിക്കുകയും അത് പിന്നീട് വാക്കുതർക്കത്തിലേക്ക് നയിക്കുകയുമാണ് ഉണ്ടായതെന്ന് സോണൽ DCP രാജതിലകൻ റോഷൻ. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. രവീണ തന്നെ ആക്രമിക്കരുതെന്ന് പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്ത്. മുകേഷ് അംബാനിയെ പിന്തള്ളി ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനെന്ന സ്ഥാനം കരസ്ഥമാക്കിയ അദാനി. $111 ബില്യൺ ആസ്തിയുമായി അദാനി 11ാം സ്ഥാനത്ത്. $109 ബില്യൺ അംബാനിയുടെ ആസ്തി. $207 ബില്യൺ ആസ്തിയുള്ള ബെർണാഡ് അർണോൾട്ടാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി. ലോക സമ്പന്നരുടെ പട്ടിക പുറത്തുവിട്ടത് ബ്ലൂംബെർഗ്. ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബപ്പെ റയൽ മാഡ്രിഡിലേക്ക് കരാർ ഒപ്പുവെച്ചെന്ന റിപ്പോർട്ട്. റയലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ ആഴ്ച. റെക്കോർഡ് തുകയ്ക്ക് കരാറെന്ന് സൂചന. PSG-യിൽ 7 വർഷം നീണ്ട കരാർ അവസാനിപ്പിച്ചത് ഫ്രീ ഏജന്റായി. ഡൽഹിയിൽ ഉഷ്ണതരംഗത്തിന് ശമനം. ഇന്ന് നേരിയ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ പരമാവധി താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, പഞ്ചാബ്, ഹരിയാന, ഒഡീഷ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം തുടരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. വോട്ടെടുപ്പിന്റെ അവസാന ദിവസം 33 പോളിംഗ് സ്റ്റാഫുകൾ ഉഷ്ണതരംഗത്തിൽ മരിച്ചു. മരണപ്പെട്ടവരിൽ സെക്യൂരിറ്റി ഗാർഡുമാരും സാനിറ്റേഷൻ ജീവനക്കാരും. മരിച്ചവരുടെ കുടുംബത്തിന് 15 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നവദീപ് റിൻവ.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുണാചൽ പ്രദേശിൽ BJPക്കും സിക്കിമിൽ SKMനും തുടർഭരണം. തെരഞ്ഞെടുപ്പ് നടന്നത് സിക്കിമിൽ 32 സീറ്റുകളിലും അരുണാചൽ പ്രദേശിൽ 60 സീറ്റുകളിലും. സിക്കിമിൽ 32 സീറ്റിൽ 31ലും SKM ലീഡ് നേടി. അരുണാചലിൽ 23 സീറ്റുകളിൽ വിജയം രേഖപ്പെടുത്തി BJP. അരുണാചലിൽ മത്സരിച്ച് 19 സീറ്റുകളിൽ ഒന്നിലും ലീഡ് നേടാനാവാത്ത കോൺഗ്രസ്. ദൗത്യം വിജയകരം. ചൈനയുടെ ചാങ് E6 പേടകം ചന്ദ്രനിലിറങ്ങി. ചന്ദ്രന്റെ വിദൂര വശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുക എന്നതാണ് ദൗത്യം. 2 കിലോഗ്രാമോളം വരുന്ന ചാന്ദ്ര സാമ്പിളുകൾ പരിശോധനയ്ക്കായി ഭൂമിയിൽ കൊണ്ടുവരികയെന്നതും ലക്ഷ്യം. പേടകം വിക്ഷേപിച്ചത് ഹൈനാൻ ദ്വീപ് പ്രവിശ്യയിലെ വെൻചാങ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന്. ബൈഡന്റെ സമാധാന കരാർ ഇസ്രയേൽ അംഗീകരിക്കണമെന്ന ഗാസയിലെ തടവിലാക്കപ്പെട്ട ബന്ദികളുടെ കുടുംബം. പദ്ധതി നടപ്പാക്കാൻ ഇസ്രയേൽ ജനത തെരുവിലിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത കുടുംബങ്ങൾ. പ്രതികരണം: യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു അനുവദിക്കില്ലെന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ. സൈക്കിൾ മോഷണം പോയെന്ന അവന്തികയുടെ സങ്കടം തീർത്ത വിദ്യാഭ്യാസ മന്ത്രി. 10ാം ക്ലാസ്സുകാരിയായ അവന്തികയ്ക്ക് മന്ത്രി V ശിവൻകുട്ടി പുതിയ സൈക്കിൾ സമ്മാനിച്ചു. വീടിന് മുന്നിൽ നിന്നും സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം ഇമെയിലിലൂടെ അവന്തിക മന്ത്രി അറിയിച്ചിരുന്നു. മന്ത്രി പുതിയ സൈക്കിൾ സമ്മാനിച്ചത് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയപ്പോൾ. സേനയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ പ്രത്യേക ഇടപെടൽ നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1113 വനിതകളെ പോലീസ് സേനയുടെ ഭാഗമാക്കി. ലിംഗസമത്വത്തിന്റെ സന്ദേശമുയർത്തി കൂടുതൽ വനിതകളെ സേനയിലേക്ക് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി. വിനോദസഞ്ചാര മേഖലയിൽ സർവകാല റെക്കോർഡിട്ട് കേരളം. 2,18,71,641 ആഭ്യന്തര സഞ്ചാരികളും 6,49,057 വിനോദസഞ്ചാരികളും കേരളം സന്ദർശിച്ചുവെന്ന് ടൂറിസം വകുപ്പ്. ആലപ്പുഴയിൽ കനത്ത മഴയിലുണ്ടായ വ്യാപക കൃഷിനാശത്തിൽ 32 കോടി രൂപയുടെ നഷ്ടം. കൃഷിയുമായി ബന്ധപ്പെട്ട് 2455 ഹെക്ടർ വിളയും നെൽകൃഷിക്കുമാണ് നാശം സംഭവിച്ചത്. കണക്കാക്കുന്ന നഷ്ടം ഏകദേശം 32 കോടിയുടേതാണ്. കനത്ത മഴയിൽ KSEBയും 1.75 കോടി രൂപയുടെ നാശനഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. പൂക്കോട് സർവകലാശാലയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ജുഡീഷ്യൽ കമ്മീഷന് മുൻപിൽ ഹാജരായി രേഖകൾ കൈമാറി. ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ തെളിവുകൾ സഹിതം കമ്മീഷനെ ബോധിപ്പിച്ചു. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് കേസിനെ ബാധിക്കുമോ എന്ന ആശങ്കയെന്നും മാതാപിതാക്കൾ. സർവകലാശാല അധികൃതർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ലെന്നും കുടുംബം. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതികരിച്ച് പത്തനംതിട്ട MP ആന്റോ ആന്റണി. എക്സിറ്റ് പോൾ വെറും സ്റ്റേജ് മാനേജ്മെന്റ് മാത്രം. എക്സിറ്റ് പോളുകൾക്ക് 2004-ലെ അവസ്ഥ. കേരളത്തിലെവിടെയും BJPക്ക് ആദ്യ സ്ഥാനങ്ങൾ ലഭിക്കില്ല. പത്തനംതിട്ടയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഭൂരിപക്ഷം എത്രയായിരിക്കുമെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും ആന്റോ ആന്റണി. മഴക്കെടുതിയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ജില്ലാ കളക്ടർ. കോട്ടയം പെരുമ്പായിക്കാട് വില്ലേജിലെ പള്ളിപ്പുറം സെന്റ് മേരീസ് പാരിഷ് ഹാളിലെ ക്യാമ്പും പൂത്തേട്ട് ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പുമാണ് ജില്ലാ കളക്ടർ സന്ദർശിച്ചത്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 174 കുടുംബങ്ങളിലെ 537 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കോച്ചിംഗ് സെന്ററുകൾ പരിശീലനത്തിനായി വലിയ തുക ഈടാക്കുകയാണ്. ഇത് തടയുവാൻ പൊതുനയം രൂപീകരിക്കണം. ഇക്കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പാഠപുസ്തക വിതരണം പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകങ്ങൾ എത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ PTA ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. സ്കൂളുകളിൽ PTAകൾ സ്കൂൾ ഭരണസമിതിയായി കാണരുതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ജനാധിപത്യപരമായി വേണം PTAകൾ പ്രവർത്തിക്കാനെന്നും മന്ത്രി വ്യക്തമാക്കി. SSLC മൂല്യനിർണ്ണയത്തിൽ പരിഷ്കരണം ആവശ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി.
എല്ലാവരും വിജയിക്കുമെന്ന പ്രതീതി മൂല്യനിർണ്ണയത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുത്തിയെന്ന വിമർശനമുണ്ട്. 20 വർഷത്തെ അനുഭവം മുൻനിർത്തി പരിഷ്കരണം ആവശ്യമുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. തളിപ്പറമ്പിൽ MDMA-യുമായി യുവാവ് പിടിയിലായത് കെ മുഹമ്മദ് റിയാസ്. മാസങ്ങളായി ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു റിയാസ്. പിടിയിലായത് ഇന്ന് പുലർച്ചെ. MDMA-യുമായി ബൈക്കിൽ സഞ്ചരിക്കവേ ധർമ്മശാലയിൽ നിന്നാണ് പിടിയിലായത്. 101% വിജയപ്രതീക്ഷയെന്ന ആലപ്പുഴ LDF സ്ഥാനാർത്ഥി AM ആരിഫ്. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ല. 20-ൽ 19 സീറ്റും നഷ്ടപ്പെടുമ്പോഴും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നെന്നും അത് തന്നെ ഇപ്പോഴും പറയുന്നുവെന്നും AM ആരിഫ്. സ്കൂൾ പരിസരത്ത് ലഹരിക്കെതിരെ നിരീക്ഷണ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. അധ്യയന വർഷത്തിലുടനീളം പ്രതിരോധ പ്രവർത്തനം തുടരും. ഇതോടൊപ്പം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എക്സൈസ് സേന തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ പെരുമാറ്റവും ഇടപെടലുകളും അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്നും മന്ത്രി. പരിയാപുരം അരിക്കാൻചിറയിൽ മരം കടപുഴകി വീണു. അപകടം നടന്നത് ഇന്ന് ഉച്ചയോടെ. ആളപായമൊന്നുമില്ല. അപകടം സംഭവിച്ചത് കനത്ത മഴ മൂലം. റോഡിലെ മരം നീക്കം ചെയ്തത് തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി. പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നി ഇടിച്ചു കയറിയ അപകടം. കിളിവയൽ മർത്തശ്ശിനി ഓർത്തഡോക്സ് പള്ളിയിൽ പ്രാർത്ഥനാ സമയത്തായിരുന്നു സംഭവം. ഓടിക്കയറിയ കാട്ടുപന്നി യുവതിയെ ഇടിച്ചിട്ടു. പരിക്കേറ്റത് ചാത്തന്നൂപ്പുഴ തണ്ടളത്ത് സ്വദേശി സുനിലിന്. ആക്രമണത്തിന് ശേഷം പള്ളിയുടെ അയൽപക്കത്തെ ഗേറ്റ് തകർത്ത പന്നി ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് ബീച്ച് ആശുപത്രി പടിക്കൽ BJPയുടെ ഉപവാസ സമരം. ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന ആരോപണം. ഫാർമസികളുടെ പ്രവർത്തനവും അവതാളത്തിൽ. കാർഡിയോളജി വിഭാഗം കാര്യക്ഷമമാക്കുവാനും ഹൃദയ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുവാനും ആവശ്യം. പൾമനോളജി, ന്യൂറോളജി, സൈക്യാട്രി വിഭാഗങ്ങളുടെ പ്രവർത്തനവും കാര്യക്ഷമമാക്കണം. സമരം ഉദ്ഘാടനം ചെയ്ത് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും VK സജീവൻ. തിരുവനന്തപുരത്ത് ജൂൺ 5, 6 തീയതികളിൽ ശുദ്ധജല വിതരണം മുടങ്ങും. ജലവിതരണം തടസ്സപ്പെടുന്നത് വാട്ടർ അതോറിറ്റി ഒബ്സർവേറ്ററി ഹിൽസിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ. ജൂൺ 5-ന് ഒബ്സർവേറ്ററി ഹിൽസ്, പാളയം, നന്ദാവനം, തൈക്കാട്, വലിയശാല, വഴുതക്കാട്, മേട്ടുക്കട, PMG, നന്ദൻകോട്, ലോ കോളേജ്, ഗൗരീശപട്ടം, പ്ലാമൂട്, പട്ടത്ത് എന്നിവിടങ്ങളിലും. ജൂൺ 6-ന് ബേക്കർ ജംഗ്ഷൻ, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ് ആനക്സ്, മാഞ്ഞാലിക്കുളം റോഡ്, ആയുർവേദ കോളേജ്, പുളിമൂട് പരിസരങ്ങളിലും ശുദ്ധജല വിതരണം മുടങ്ങും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. The ultimate Malayalam news channel. News Malayalam 24/7. ഇടുക്കി തൊടുപുഴയിൽ വൈകിട്ട് പെയ്ത ശക്തമായ മഴയിൽ നഗരത്തിലെ പല റോഡുകളിലും വെള്ളക്കെട്ട്. അമ്പലപ്പടി, ഷാപ്പുപടി, അർച്ചന തുടങ്ങിയ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായി. ഗതാഗത തടസ്സം നേരിട്ടു. ഹോട്ടൽ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പൊയിൽ എക്സൈസ് റെയ്ഡ്. നമ്പിക്കുളം മലയിൽ നടത്തിയ റെയ്ഡിൽ 200 ലിറ്ററിലധികം വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. പ്രദേശത്ത് വ്യാജവാറ്റ് സജീവമാണെന്ന നാട്ടുകാരുടെ പരാതിയിലാണ് നടപടി. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കഞ്ചാവ് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ 16 കിലോ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം നടുവട്ടം സ്വദേശി മുഹമ്മദ് ഹാരിസ് ആണ് പിടിയിലായത്. സ്യൂട്ട് കേസിലും ബാഗിലുമായാണ് കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തുവാൻ ശ്രമിച്ചത്. ഇന്ത്യൻ ടീം പരിശീലകനാകാൻ ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറഞ്ഞ ഗൗതം ഗംഭീർ. സ്വന്തം രാജ്യത്തെ പരിശീലിപ്പിക്കുന്നതിലും വലിയ ആദരം മറ്റൊന്നില്ലെന്ന് മുൻ ഇന്ത്യൻ താരം. ഗംഭീറിന്റെ പരാമർശം UAE-യിലെ സ്വകാര്യ ചടങ്ങിൽ കുട്ടികളുമായി സംവദിക്കുമ്പോൾ. പ്രതികരണം: രാഹുൽ ദ്രാവിഡിന് പകരക്കാരനായി ഗംഭീർ വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ.
ഓഹരി വിപണിക്ക് പ്രതീക്ഷയേകി എക്സിറ്റ് പോൾ ഫലങ്ങൾ. ബി.ജെ.പിക്ക് അനുകൂലമായ ഫലം വിപണിയിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വലിയ ഭൂരിപക്ഷം ലഭിച്ചാൽ നിഫ്റ്റി പുതിയ റെക്കോർഡ് കുറിക്കുമെന്നും നിരീക്ഷണം. സെൻസെക്സ് 8000-ലേക്ക് എത്തിയേക്കാമെന്നും പ്രവചനം. അദാനി ഗ്രൂപ്പ് ഓഹരികളിലെ നിക്ഷേപത്തിൽ നിന്ന് വൻ നേട്ടം സ്വന്തമാക്കി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അദാനി കമ്പനികളിലെ LICയുടെ നിക്ഷേപം 51.6% വർദ്ധിച്ച് 66,399 കോടി രൂപയിലെത്തി. കഴിഞ്ഞ വർഷം മെയ്യിൽ ഇത് 43,797 കോടി രൂപയായിരുന്നു. സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കൂട്ടുപ്രതിയെന്ന് മദ്രാസ് ഹൈക്കോടതി. കൈക്കൂലി വാങ്ങുന്നതിൽ നിന്നും ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത് ഭാര്യയുടെ കടമ. അഴിമതിയുടെ തുടക്കം വീടുകളിൽ നിന്നാണെന്നും കോടതി. പരാമർശം പരേതനായ മുൻ SIക്കെതിരെയുള്ള അഴിമതി കേസിൽ ഭാര്യയെ കൂട്ടുപ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസ് പരിഗണിക്കവേ. ഓട്ടോമാറ്റിക് കാറുകളുടെ വില വെട്ടിക്കുറച്ച് മാരുതി. ആൾട്ടോ, K10, എസ്പ്രസോ, സെലേറിയോ, വാഗണാർ, സ്വിഫ്റ്റ്, ഡിസയർ, ബലാനോ, ഫ്രോങ്സ്, ഇഗ്നിക്സ് എന്നിവയുൾപ്പെടെയുള്ള മോഡലുകൾക്ക് ഇനി 5000 രൂപ കുറവ്. പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കമ്പനി ലക്ഷ്യമിടുന്നത് മോഡലുകളുടെ ആകർഷണീയത കൂട്ടുവാനും ജനപ്രീതി ഉയർത്തുവാനും. ഇന്ത്യ ഹൈബ്രിഡ് കാറുകളെയും ഇലക്ട്രിക് വാഹനങ്ങളെയും ഒരേപോലെ പ്രോത്സാഹിക്കണമെന്ന് മാരുതി സുസുക്കി ഇന്ത്യ. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ലക്ഷ്യത്തിന് ഇത് അനിവാര്യമാണെന്നും മാരുതി സുസുക്കി കോർപ്പറേറ്റ് അഫയേഴ്സ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാഹുൽ ഭാരതി. പാരീസ് ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കി അമിത് പാങ്കലും ജെയ്സമിൽ ലംബോറയും. ബാങ്കോക്കിലെ യോഗ്യതാ ചാമ്പ്യൻഷിപ്പിൽ സെമിയിലെത്തി ഇന്ത്യൻ ബോക്സർമാർ. അമിത് 51 കിലോ വിഭാഗത്തിലും ജെയ്സമിന് 57 കിലോ വിഭാഗത്തിലും ഒളിമ്പിക്സിന് ഇറങ്ങും. പാരീസ് ഒളിമ്പിക് യോഗ്യത ഉറപ്പാക്കിയത് ഇതുവരെ 6 താരങ്ങൾ. കറുത്തവർഗക്കാരായ യാത്രക്കാരെ വിമാനത്തിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിച്ച അമേരിക്കൻ എയർലൈനെതിരെ കേസ്. ശരീരത്തിലെ ദുർഗന്ധം ആരോപിച്ചാണ് ഇവരോട് വിമാനത്തിൽ നിന്നും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്. ജനുവരി 5-ന് അരിസോണയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള വിമാനയാത്രക്കിടയിലാണ് സംഭവം. 8 യാത്രക്കാരോടാണ് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്. ടിക്കറ്റ് തിരികെ വാങ്ങണമെന്നും മറ്റൊരു വിമാനത്തിൽ പോകണമെന്നുമായിരുന്നു എയർലൈന്റെ ആവശ്യം. പുറത്താക്കപ്പെട്ടവരിൽ 3 പേർ എയർലൈനെതിരെ പരാതി നൽകിയതോടുകൂടിയാണ് സംഭവം പുറത്തു വന്നത്. മനുഷ്യ ജീനോമിന്റെ 50 മടങ്ങ് വലിപ്പമുള്ള ജീനോം കണ്ടെത്തി. ജീനോം കണ്ടെത്തിയത് ചെറിയ ഫേൺ ചെടിയിൽ. പുതിയ ജീനോമിന് ജാപ്പനീസ് പുഷ്പം പാരിസ് ജപ്പോണിക്കയുടെ ജനിതക ഘടനയേക്കാൾ 7% വലിപ്പം. ന്യൂ കാലിഡോണിയ, ദക്ഷിണ പസഫിക് ദ്വീപുകളിലെ ഫോർക്ക് ഫേൺ ഇനങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നൊവാക് ജോക്കോവിച്ച് പ്രീ ക്വാർട്ടറിൽ. ഇറ്റാലിയൻ താരം ലൊറൻസോയെ വീഴ്ത്തിയത് 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ. നാളെ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സെന്റ് ഫ്രാൻസിസ്കോയെ നേരിടും. സിക്കിമിൽ SKMന്റെ വൻ വിജയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്. SKM കേഡറിന്റെ കഠിനാധ്വാനവും തന്റെ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസവുമാണ് വിജയം സാധ്യമാക്കിയതെന്ന് തമാങ്. 100% ജനങ്ങൾക്കായി നൽകാൻ തങ്ങൾക്ക് അടുത്ത 5 വർഷമുണ്ടെന്നും തമാങ്. നിലവിൽ നിയമസഭയിൽ 31-ൽ 26-ലും ഭരണകക്ഷി വിജയിച്ചു. പൂനെ പോർഷെ കാർ അപകടത്തിൽ 17-കാരന്റെ മാതാപിതാക്കളെ റിമാൻഡ് ചെയ്ത് കോടതി. റിമാൻഡിൽ ജൂൺ 5 വരെ തെളിവ് നശിപ്പിച്ച കേസിൽ കുട്ടിയുടെ രക്തസാമ്പിളിൽ കൃത്രിമം കാണിച്ചതിന് ഇരുവർക്കും പങ്കുണ്ടെന്ന ആരോപണം. അപകട സമയത്ത് താൻ മദ്യപിച്ചിരുന്നതായി ചോദ്യം ചെയ്യലിൽ 17-കാരൻ. പ്രതിയുടെ രക്തസാമ്പിളിന് പകരം അമ്മയായ ശിവാനി അഗർവാളിന്റെ രക്തസാമ്പിൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയതെന്ന പോലീസ് വാദം.
പൂനെക്ക് പിന്നാലെ അഹമ്മദാബാദിലും ആഡംബര കാർ അപകടം. 17-കാരൻ അതിവേഗതയിൽ ഓടിച്ച ആഡംബര കാർ ഇടിച്ച് ഒരു വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ പെൺകുട്ടി ചികിത്സയിൽ. അപകടം നടന്നത് വെള്ളിയാഴ്ച വൈകിട്ടോടെ. പിതാവിന്റെ പേരിലുള്ള ഫോർച്യൂണർ ലൈസൻസ് ഇല്ലാതെ പ്രതി ഓടിക്കുകയായിരുന്നു. പ്രതി മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ലഹരിയിലായിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തൽ. സഞ്ജുവിനേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണെന്ന് സുനിൽ ഗവാസ്കർ. ബാറ്റിംഗിലും ഋഷഭ് മികച്ച ഫോമിൽ. സന്നാഹ മത്സരത്തിൽ തിളങ്ങിയിരുന്നെങ്കിൽ സഞ്ജുവിന് ടീമിലെത്താമായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയതോടെ ടീമിലെത്തുവാൻ സാധ്യത ഋഷഭിന് തന്നെയെന്നും സുനിൽ ഗവാസ്കർ. ലണ്ടനിൽ വെടിയേറ്റ മലയാളി പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടിക്ക് വെടിയേറ്റത് ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയ്ക്കിടെയെന്ന് പോലീസ്. അക്രമികൾ ഓടിച്ചിരുന്നതെന്ന് കരുതുന്ന ബൈക്കിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പഞ്ചാബിൽ ഗുഡ്സ് ട്രെയിനുകൾ കൂട്ടിമുട്ടി 2 പേർക്ക് ഗുരുതര പരിക്ക്. ലോക്കോ പൈലറ്റുകളായ വികാസ് കുമാർ, ഹിമാൻഷു കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടം സിർഹിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെ 4 മണിയോടെ. സംഭവത്തെ തുടർന്ന് രാജ്പുര, പാട്യാല, ദുരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡിന്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളിന്. വലകുലുക്കി കർവഹാലും വിനീഷ്യസും. റയലിന്റേത് 15ാം ചാമ്പ്യൻസ് ലീഗ് കിരീടം. ഇറ്റലിയിലെ വെനീസിൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണം. 25 പേരിൽ കൂടുതലെത്തുന്ന സംഘങ്ങൾക്ക് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തി. നഗരത്തിൽ ഉച്ചഭാഷിണികളും വിലക്കി. പുതിയ നിയന്ത്രണങ്ങൾ മലിനീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനെന്ന് അധികൃതർ. കാലാവസ്ഥാ വ്യതിയാനവും വൻതോതിലുള്ള ടൂറിസവും വെനീസിന് പരിഹരിക്കാനാകില്ല എന്ന മുന്നറിയിപ്പ് നൽകി യുനെസ്കോയും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, മാത്യു എംബദർ സഖ്യം പ്രീ ക്വാർട്ടറിൽ. ബ്രസീലിയൻ ജോഡിയെ 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ തോൽപ്പിച്ചു. രോഹൻ ബൊപ്പണ്ണ ഫ്രഞ്ച് ഓപ്പണിൽ മത്സരിക്കുന്നത് 44-ാം വയസ്സിൽ. നോർവേ ചെസ്സിൽ ഉജ്ജ്വല പ്രകടനവുമായി ഇന്ത്യൻ കൗമാര താരം പ്രജ്ഞാനന്ദ. 5ാം റൗണ്ടിൽ ലോക 2ാം നമ്പർ താരം ഫാബിയാനോ കരുവാനെ തോൽപ്പിച്ചു. ഇന്ത്യൻ താരം കരുവാനെ ക്ലാസിക്കൽ ചെസ് വിഭാഗത്തിൽ തോൽപ്പിക്കുന്നത് ഇതാദ്യം. മിന്നും ജയും 1ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ 3ാം റൗണ്ടിൽ അട്ടിമറിച്ചതിന് പിന്നാലെ. റഷ്യൻ ആക്രമണത്തെ നേരിടാൻ ഉക്രൈനിന് സൈനിക സഹായം നൽകുമെന്ന് ഷാംഗ്രില ചർച്ചയിൽ വാഗ്ദാനം. കീവിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ആയുധങ്ങൾ ആവശ്യമാണെന്ന് ജർമ്മൻ പ്രതിരോധ മേധാവി ജനറൽ കാർസൻ ബ്രൂയിസർ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കിംഗ് തട്ടിപ്പുകൾ 3 ഇരട്ടിയായി വർദ്ധിച്ചതായി RBI റിപ്പോർട്ട്. പൊതുമേഖലാ ബാങ്കുകളിലാണ് ഏറ്റവുമധികം തട്ടിപ്പ് നടന്നതെന്നും RBI കണക്കുകൾ. ഇന്റർനെറ്റ് ഇടപാടുകളിലൂടെയുള്ള തട്ടിപ്പുകൾ 4 ഇരട്ടിയായി വർദ്ധിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയത് 29,000 കേസുകൾ. ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന അമേരിക്കൻ നിർദ്ദേശം പങ്കുവച്ചതിന് പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ വ്യവസ്ഥകളിൽ മാറ്റമില്ലെന്നും നെതന്യാഹു. ഗാസയിലേക്ക് അടിയന്തര ആവശ്യ ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്ത് UAE. ഗാസ മുനമ്പിലേക്ക് പ്രവേശിച്ച് UAEയുടെ പുതിയ സഹായ കപ്പൽ. യുദ്ധഭൂമിയിൽ എത്തിയത് 1166 ടൺ ഭക്ഷ്യവസ്തുക്കൾ. ഗാസയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എല്ലാ മാർഗത്തിലൂടെയും എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് UAE. ചൈനയുമായി സൈനിക ചർച്ചകൾ നടത്താൻ തീരുമാനിച്ച ഓസ്ട്രേലിയ. ഫിലിപ്പീൻസുമായി കൂടുതൽ അടുക്കുന്നത് ചൈനയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസ്. ഞായറാഴ്ച ഷാംഗ്രില ഡയലോഗ് സുരക്ഷാ ഉച്ചകോടിയിലാണ് മാർലസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ദക്ഷിണ ചൈന കടലിനെ സംബന്ധിച്ച് ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ സംഘർഷം രൂക്ഷം.
എയർ ഇന്ത്യ സാൻ ഫ്രാൻസിസ്കോ വിമാനം 30 മണിക്കൂർ വൈകിയതിനെ തുടർന്ന് യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിന് ക്ഷമ ചോദിച്ച കമ്പനി. സർവീസിലെ വീഴ്ചയെ തുടർന്ന് യാത്രക്കാർക്ക് 30,000 രൂപയുടെ യാത്രാ വൗച്ചറും കമ്പനി വാഗ്ദാനം ചെയ്തു. വിമാനം വൈകിയതിനെ തുടർന്ന് DGCA കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ക്ഷമാപണവും യാത്രാ വൗച്ചർ വാഗ്ദാനവും. ഐസ്ലാൻഡ് പ്രധാനമന്ത്രിയായി സംരംഭക ഹല്ല തോമസ് ഡോട്ടറിനെ തെരഞ്ഞെടുത്തു. മുൻ പ്രധാനമന്ത്രി കാഡ്രിൻ ജാക്കോബ് ഡോട്ടറിനെ പരാജയപ്പെടുത്തിയാണ് വിജയം. 55-കാരിയായ ഹല്ല ആകെ വോട്ടിന്റെ 34% നേടിയാണ് രാജ്യത്തെ 7ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓഗസ്റ്റ് 1-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. MSF ഭരണഘടനയിൽ പുത്തൻ മാറ്റങ്ങൾ. കമ്മിറ്റികളിൽ വനിതകൾക്ക് 20% പങ്കാളിത്തം ഉറപ്പുവരുത്തി ഭരണഘടന ഭേദഗതി ചെയ്തു. മാറ്റങ്ങൾ MSF മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി. ഐക്യം, അതിജീവനം, അഭിമാനം എന്ന MSF മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പുതിയ പ്രമേയം. ഇളയരാജയുടെ 81ാം ജന്മദിനത്തിന് ഇരട്ടി മധുരം. ജന്മദിനത്തിൽ സംഗീതജ്ഞന്റെ ബയോപിക് പോസ്റ്റർ പുറത്തുവിട്ടു. ചിത്രത്തിൽ ഇളയരാജയായി വേഷമെടുത്തത് ധനുഷാണ്. അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇളയരാജ തന്നെ സംഗീതം നിർവഹിക്കും. കമൽഹാസൻ, രജനീകാന്ത് എന്നിവർ കാമിയോ വേഷങ്ങളിൽ എത്തുമെന്നും ചർച്ചകൾ. ചിത്രത്തിന്റെ പോസ്റ്റർ എക്സിൽ പങ്കുവച്ചു. പുതിയ തെലുങ്ക് ചിത്രം സ്വാഗിൽ മീര ജാസ്മിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. പ്രേക്ഷകരിൽ പ്രതീക്ഷയും ആകാംക്ഷയും ഉളവാക്കുന്നതാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റർ. ഹാസിദ് ഗോളി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രീ വിഷ്ണു ആണ് നായകൻ. ചിത്രം ഒക്ടോബർ 25-ന് തിയേറ്ററുകളിലെത്തും. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വെങ്കടേഷ് അയ്യർ വിവാഹിതനായി. ശ്രുതി രഘുനാഥാണ് വധു. കഴിഞ്ഞ നവംബറിൽ ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. വിവാഹ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. കഴിഞ്ഞ IPL സീസണിൽ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ കളിക്കാരനായിരുന്നു വെങ്കടേഷ്. തന്റെ പേരിനൊപ്പം പിതാവിന്റെ പേര് വേണ്ടെന്ന് ഷൈലോ ജോളി പിറ്റ്. ഹോളിവുഡ് താരങ്ങളായ ആഞ്ചലീന ജോളിയുടെയും ബ്രാഡ് പിറ്റിന്റെയും മകളാണ് ഷൈലോ. തന്റെ പേരിൽ നിന്ന് പിതാവിന്റെ പേരായ പിറ്റ് എടുത്തുകളയണമെന്നാണ് ഷൈലോ കോടതിയിൽ സമർപ്പിച്ച ഹർജി. ആഞ്ചലീനയുടെയും ബ്രാഡിന്റെയും മകൻ വിവിയനും മകൾ സഹാറയും അടുത്തിടെ പിതാവിന്റെ പേര് ഉപേക്ഷിച്ചിരുന്നു. എന്നെങ്കിലും ഒരു തമിഴൻ രാജ്യം ഭരിക്കുന്നത് കാണണമെന്നതാണ് തന്റെ സ്വപ്നമെന്ന് കമൽഹാസൻ. വിഭജിച്ച് ഭരിക്കുക എന്നത് ബ്രിട്ടീഷ് ആശയമാണ്. നമ്മുടെ രാജ്യത്ത് വന്നവർക്ക് ജീവിതം നൽകുന്നതിനാലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഒരു തമിഴൻ രാജ്യം ഭരിക്കുന്ന ഒരു ദിവസം എന്തുകൊണ്ടുണ്ടായിക്കൂടാ എന്നും താരം. പരാമർശം ഇന്ത്യ 2 പ്രമോഷന്റെ ഭാഗമായി നടന്ന ഓഡിയോ ലോഞ്ചിൽ വെച്ച്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ച പ്രശസ്ത അബ്ബ ബാൻഡ് അംഗങ്ങൾ. സ്റ്റോക്ക്ഹോമിലെ റോയൽ പാലസിൽ റോയൽ വാസ ഓർഡർ ബഹുമതി ഏറ്റുവാങ്ങാനാണ് ബാൻഡ് അംഗങ്ങളായ അൻവേറ്റ ഫാൾസ്കോ, ബിയോൺ ബോർ, ബെന്നി ആൻഡേഴ്സൺ, ആനി ഫ്രിഡ് എന്നിവർ എത്തിയത്. 70കളിലെ കോളിളക്കം സൃഷ്ടിച്ച ബാൻഡായിരുന്നു അബ്ബ. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിച്ച് എത്തുന്നത്. മൈലേജിൽ രാജാവായി മാരുതി സുസുക്കി സ്വിഫ്റ്റ്. 4ാം തലമുറയിൽപ്പെട്ട സ്വിഫ്റ്റിൽ 1 ലിറ്റർ പെട്രോളിന് 25.25 കിലോമീറ്റർ മൈലേജാണ് കമ്പനി വാഗ്ദാനം. വണ്ടിയുടെ മാനുവൽ CNGക്ക് 30 കിലോമീറ്ററും കമ്പനി അവകാശപ്പെടുന്നു. മാരുതി സ്വിഫ്റ്റ് അടിസ്ഥാന വേരിയന്റിന് 6.49 ലക്ഷവും ടോപ്പ് വേരിയന്റിന് 9.64 ലക്ഷവുമാണ് വില. രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിൽപ്പന കുറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2024 മെയ്യിൽ വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുത്തി. സർക്കാർ നയങ്ങളിലെ മാറ്റം, ഉപഭോക്താക്കൾ ഹൈബ്രിഡിലേക്ക് മാറുന്നത്, പൊതു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘടകങ്ങളാണ് വിൽപ്പന കുത്തനെ ഇടിയാൻ കാരണമായത്. ടി സീരീസിനെ മറികടന്ന മിസ്റ്റർ ബീസ്റ്റ്.
എക്സിലാണ് താരം വാർത്ത പ്രഖ്യാപിച്ചത്. സ്വീഡിഷ് യൂട്യൂബർ പ്യൂഡിപൈയോട് പ്രതികാരം ചെയ്തുവെന്നും മിസ്റ്റർ ബീസ്റ്റ് പോസ്റ്റിൽ അറിയിച്ചു. ഏറ്റവും പുതിയ സബ്സ്ക്രിപ്ഷൻ കണക്കുകൾ കാണിക്കുന്ന ഒരു ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട്. ഉഷ്ണതരംഗത്തെ തുടർന്ന് മെയ് മാസം AC വിൽപ്പന 2 ഇരട്ടിയായി വർദ്ധിച്ചതായി റിപ്പോർട്ട്. വോൾട്ടാസ്, LG, ഡെയ്കിൻ, പാനാസോണിക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾ ഈ മാസം മികച്ച വിൽപ്പന നടത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2024 വിൽപ്പനയിൽ പ്രതീക്ഷിക്കുന്നത് 30 മുതൽ 35% വരെ വളർച്ചയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 18 പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ 1.17 ലക്ഷം കോടി രൂപയുടെ വസ്തുക്കൾ വിറ്റതായി റിപ്പോർട്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ്, DLF എന്നിവ കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച വിൽപ്പന നടത്തി. വസ്തുക്കൾക്കായുള്ള ശക്തമായ ഡിമാൻഡാണ് വിൽപ്പനയിൽ വർധനവിന് കാരണം. കടുത്ത ചൂടിനെ തുടർന്ന് മെയ് മാസത്തിൽ ഇന്ത്യയുടെ വൈദ്യുത ഉപഭോഗം 15% ഉയർന്ന് 156.31 ബില്യൺ യൂണിറ്റായി. ഉയർന്ന വൈദ്യുത ഉപഭോഗത്തിന് കാരണമായത് ഉയർന്ന താപനിലയെ തുടർന്നുള്ള കൂളിംഗ് ഉപകരണങ്ങളുടെ അമിത ഉപയോഗം. 2023 മെയ് മാസത്തിൽ ഇത് 136.50 ബില്യൺ യൂണിറ്റായിരുന്നു. ഇന്ത്യൻ റോഡുകളെ അടക്കി ഭരിക്കുവാൻ പുതിയ മോഡലുകൾ പുറത്തിറക്കാൻ ഒരുങ്ങി റോയൽ എൻഫീൽഡ്. ബുള്ളറ്റ് 650cc, ക്ലാസിക് 650 ട്വിൻ, ഗറില്ല 450, സ്ക്രാം 650, ക്ലാസിക് 350, ബോബർ എന്നിങ്ങനെ 5 മോഡലുകളാണ് എൻഫീൽഡ് പുറത്തിറക്കുന്നത്. ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിലോ പുതിയ മോഡലുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. തിങ്കളാഴ്ച മുതൽ രാജ്യത്തുടനീളമുള്ള റോഡ് ടോൾ ചാർജുകൾ വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ടോൾ ചാർജുകൾ 3 മുതൽ 5% വരെ വർദ്ധിപ്പിക്കും. ഇന്ത്യയിലെ ടോൾ ചാർജുകൾ നാണയപ്പെരുപ്പത്തിനനുസരിച്ച് വർഷം തോറും പരിഷ്കരിക്കാറുണ്ട്. നാളെ മുതൽ 1100 ടോൾ പ്ലാസകളിൽ നിരക്ക് വർധന നടപ്പിലാകും. ഇന്ത്യയുടെ ഗെയിം ചേഞ്ചറായി ഹാർദിക് പാണ്ഡ്യ മാറുമെന്ന് സുനിൽ ഗവാസ്കർ. ക്യാപ്റ്റൻസിയുടെ ആശങ്കകൾ ഇല്ലെന്ന് ഹാർദിക്കിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. സ്വന്തം ടീം നന്നായി കളിക്കുന്നില്ലെങ്കിൽ ഒരു ക്യാപ്റ്റന്റെ ആശങ്കകൾ കൂടും. ടീം പരാജയപ്പെടുമ്പോൾ സ്വന്തം പ്രകടനത്തെക്കുറിച്ചല്ല, മറിച്ച് ബാറ്റർമാരെയും ബൗളർമാരെയും കുറിച്ചാണ് ക്യാപ്റ്റൻ ആശങ്കപ്പെടുകയെന്ന് വിലയിരുത്തി ഗവാസ്കർ.